യുക്രൈനിലെ യുദ്ധമുഖത്തു നിന്നുള്ള ഗുജറാത്ത് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ സഹായാഭ്യർത്ഥന വന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്. വിദേശകാര്യ മന്ത്രാലയം ഇതിൽ ഇടപെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. മയക്കുമരുന്ന് കേസിൽ പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി സൈന്യത്തിൽ ചേർത്തുവെന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. അതായത് അവിടെ സൈന്യത്തിൽ കയറാൻ ആളില്ലാത്തതുകൊണ്ട് ഇവിടെയുള്ള ആളുകളെ പഠിക്കാൻ പോയ കുട്ടികളെ ഭീഷണിപ്പെടുത്തി സൈന്യത്തിലേക്ക് എടുക്കുന്നു എന്നാണ് പരാതി. ബൽറാം നെടുങ്ങാടി ചേരുന്നു വിവരങ്ങളുമായി. ബൽറാം, എപ്പോഴാണ് ഈ പരാതി വന്നത്? ഈ പരാതിയിൽ വിദേശകാര്യ മന്ത്രാലയം കാര്യമായി ഇടപെട്ട് കഴിഞ്ഞു? SKN അത്യന്തം ഗൗരവമുള്ള ഒരു വാർത്ത, അത്തരത്തിലുള്ള ഒരു സഹായ അഭ്യർത്ഥനയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ മോർബി സ്വദേശിയായ സഹിൽ മുഹമ്മദ് ഹുസൈൻ എന്ന വിദ്യാർത്ഥി, ഇയാൾ റഷ്യയിലേക്ക് പഠനത്തിനായി പോയതായിരുന്നു. 2024 പഠനത്തിന് വേണ്ടി റഷ്യയിലേക്ക് ഇയാൾ എത്തിയത്. തുടർന്ന് പാർട്ട് ടൈം ജോലി എന്ന നിലയിൽ ഒരു കൊറിയർ സർവീസിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അതിനിടെ ഇയാളെ ഒരു മയക്കുമരുന്ന് കേസിൽ ഭീഷണിപ്പെടുത്തി, അതിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് റഷ്യയിലെ പോലീസാണ് സൈന്യത്തിൽ ചേരാൻ നിർബന്ധിച്ചത്. തന്നോടൊപ്പം സമാനമായി മറ്റ് 700 പേരെ കൂടി ഇത്തരത്തിൽ സൈന്യത്തിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നാണ് ഈ വിദ്യാർത്ഥി വീഡിയോ സന്ദേശത്തിൽ അറിയിക്കുന്നത്. തുടർന്ന് 15 ദിവസത്തെ പരിശീലനം നൽകി യുക്രൈൻ അതിർത്തിയിലേക്ക് അയക്കുകയായിരുന്നു. അവിടെ എത്തിയ ഈ വിദ്യാർത്ഥി എന്നാൽ യുക്രൈൻ സൈന്യത്തിന് കീഴടങ്ങി. തുടർന്ന് യുക്രൈൻ സൈന്യമാണ് ഈ വിദ്യാർത്ഥിയുടെ സഹായാഭ്യർത്ഥനാ സന്ദേശം കുടുംബത്തിന് ഉൾപ്പെടെ എത്തിച്ചിരിക്കുന്നത്. ഈ വിഷയം ഏറെ സങ്കീർണമാണ്. പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥി ഇപ്പോൾ യുക്രൈൻ സൈന്യത്തിന്റെ കൈവശമാണ് ഉള്ളത്. അതേസമയം റഷ്യൻ സൈന്യം ആണ് റിക്രൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളുടെയും സഹകരണം ഈ വിഷയത്തിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സജീവമായി പരിഗണിച്ചു വരികയാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ നേരത്തെ ജോലി വാഗ്ദാനം ചെയ്ത റഷ്യൻ സൈന്യത്തിൽ ചേർത്ത പരാതികൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ളവർക്ക് വിദേശകാര്യ മന്ത്രാലയം സഹായം എത്തിച്ചിരുന്നു. എന്നാൽ പഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഇത്തരത്തിൽ കേസുകളിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സൈന്യത്തിൽ റിക്രൂട്ട് ചെയ്യുന്നത് അത്യന്തം ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇക്കാര്യം റഷ്യൻ അധികൃതരുമായി ഉടൻ തന്നെ ആശയവിനിമയം നടത്തുകയും സമാനമായ അവസ്ഥയിൽ മറ്റുള്ളവരുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.